നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൂടുതലുള്ള വാർത്ത MLA PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. MLA ഒന്നാം പ്രതിയായ വനം ഓഫീസ് അടിച്ചു തകർത്ത കേസ്. അൻവറിന് ജാമ്യം പുറത്തിറങ്ങി എന്നുള്ളതാണ് പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതിൽ നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഒന്നാം പ്രതിയായ നിലമ്പൂർ MLA PV അൻവറിന് ജാമ്യം ലഭിച്ചു. ഇന്നലെ രാത്രി 8:30 അദ്ദേഹം തവനൂരിലെ ജയിലിൽ നിന്ന് മോചിതനായി. നിലമ്പൂർ 9ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ രാവിലെ നൽകിയ ജാമ്യാപേക്ഷയിൽ വൈകുന്നേരം 5-നാണ് ജാമ്യം അനുവദിച്ചത്. വലതുഭാഗത്തൊരു പ്രത്യേക കോളത്തിൽ ഒരു പ്രത്യേക വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. UDF-നൊപ്പം കൈകോർക്കാൻ തയ്യാർ എന്നുള്ളതാണ് ആ കോളത്തിൻ്റെ തലക്കെട്ട്. പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ഗൂഢാലോചനകൾക്കുമെതിരെ UDF-നൊപ്പം കൈകോർക്കാനുള്ള പോരാട്ടത്തിന് തയ്യാറാണെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്നും PV അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ. ഇതുവരെ നടത്തിയത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിച്ചു. പുതിയ വനനിയമം വന്നിരുന്നെങ്കിൽ തനിക്ക് നീതി ലഭിക്കില്ലായിരുന്നുവെന്ന് അൻവർ പറഞ്ഞു. PV അൻവർ ജയിൽ മോചിതനായി പുറത്തു വരുന്ന ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. വലതുഭാഗത്ത് ദീപികയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നവീൻ്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ള വാർത്തയാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കേസ് ഡയറി പരിശോധിച്ച് വിലയിരുത്തിയാണ് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തീർപ്പാക്കിയത്. അതേസമയം കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന ഹർജിയുടെ സംശയമടക്കം അന്വേഷണ വിധേയമാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയെ കൊടുത്തിട്ടുള്ളത് ബസ് അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു, 4 പേർ മരിച്ചു. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും പെരുവന്താനത്തിനും ഇടയിൽ പുല്ലുപാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ യാത്രക്കാർ 4 പേർ മരിച്ചു. മാവേലിക്കരയിൽ നിന്നും KSRTC ബജറ്റ് ടൂറിസം പാക്കേജിൻ്റെ ഭാഗമായി തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോയി തിരികെ വരികയായിരുന്നു സൂപ്പർ ഡീലക്സ് ബസ് അപകടത്തിൽപ്പെട്ടത്. രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു എന്നുള്ളവരാണ് മരണപ്പെട്ടു പോയത്. അവരുടെ ചിത്രങ്ങളും ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 8 ജവാന്മാർ വീരമൃത്യു. ജവാന്മാരുടെ വാഹനം സ്ഫോടനത്തിലൂടെ തകർത്തു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഇടതുഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ നാട്ടുകാരനായ ഡ്രൈവറും കൊല്ലപ്പെട്ടു. ബിജാപൂർ ജില്ലയിൽ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് ജവാന്മാർ സഞ്ചരിച്ച വാഹനം മാവോയിസ്റ്റുകൾ ശക്തിയേറിയ IED സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യം വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ അധ്യക്ഷയായി വനിത എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ദീപികയിൽ നൽകുന്നുണ്ട്. സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കുരിയയിലെ കാര്യാലയത്തിൻ്റെ പ്രിഫെക്ടറായി സിസ്റ്റർ സിമോണ ബ്രോംബില്ലിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. അടുത്ത രാജീവ് നായർ തയ്യാറാക്കിയ മാവേലി നാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയാണ്. അതിൽ അൻവറിന് ഓരോ ദിവസവും ഓരോ നിലപാട്. UDF പ്രവേശനത്തെ തള്ളി RSP. ഒരു നിലപാടുള്ളവന് ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് പിഴയ്ക്കാൻ കഴിയില്ലെന്നോർക്കണം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വോട്ടിനോട് മുഖം തിരിച്ച് ന്യൂജൻ. 70% പേർ വോട്ട് പട്ടികയിൽ പേര് ചേർത്തില്ല. വിട്ടുനിൽക്കുന്നവർ ദേശീയ ശരാശരിയിൽ കൂടുതൽ. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഈ വർഷം ജനുവരി 1 വരെയുള്ള വോട്ടർ പട്ടിക വാർഷിക പുതുക്കൽ പദ്ധതിയിൽ നിന്ന് സമ്മതിദായകരാകാൻ അർഹതയുള്ള കേരളത്തിലെ 70% യുവജനങ്ങളും വിട്ടുനിന്നു. ഇന്നലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ജനാധിപത്യത്തെ ഞെട്ടിക്കുന്ന വിവരം. എപ്പോൾ അപേക്ഷ നൽകിയാലും 18 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം കൃത്യമായി പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ മാസങ്ങളിൽ ഇതനുസരിച്ച് വോട്ടർ പട്ടിക പുതുക്കാറുണ്ട്. വലത്ത് ഭാഗത്ത് വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. വിട്ടുനിൽക്കുന്നവർ ദേശീയ ശരാശരിയിലും കൂടുതൽ. രാഷ്ട്രീയ കാപട്യത്തോട് യുവജനങ്ങൾക്ക് അമർഷം. രാഷ്ട്രീയ വിശുദ്ധതയില്ലാത്ത നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന ചിന്ത യുവജനങ്ങളിൽ ശക്തമായതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിൽ 18 മുതൽ 19 വയസ്സ് പ്രായമുള്ളവർ 9,98,000 പേർ. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ 2,96,552 പേർ. ദേശീയ തലത്തിൽ 18 മുതൽ 19 വരെ 4.9 കോടി പേർ. പേര് ചേർത്തവർ 1.8 കോടി പേർ. വിട്ടുനിന്നവർ 62%. വോട്ട്
വോട്ട് ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രസ്ഥാനമോ ആണെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ നോട്ടയ്ക്ക് കുത്തിയുള്ള പ്രതിഷേധം അറിയിക്കുകയോ ചെയ്യണം. പക്ഷേ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ജനാധിപത്യപരമായ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾ വോട്ട് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് പ്രധാനമാണത് പാഴാക്കരുത്. നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. ഇന്ത്യക്കെതിരെ നീങ്ങിയ ട്രൂഡോ രാജിവെച്ചു. ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലൂടെ വിവാദം സൃഷ്ടിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചു. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം ഒഴിഞ്ഞു. പാർട്ടി പുതിയ നേതാവിനെ കണ്ടെത്തും വരെ അധികാരത്തിൽ തുടരും. നാളെ അടിയന്തര പാർട്ടി യോഗം നടക്കാനിരിക്കെയാണ് രാജി പ്രഖ്യാപനം. ഈ മാസം 27-ന് ചേരേണ്ടിയിരുന്ന പാർലമെന്റ് സമ്മേളനം മാർച്ച് 24-ലേക്ക് നീട്ടി. ജാമ്യം കിട്ടി. അൻവർ ജയിൽ മോചിതനായി എന്ന വാർത്തയ്ക്ക് ഇടത ഭാഗത്ത് ഏറ്റവും താഴെ പ്രാധാന്യം നൽകുന്നു. നവീൻ ബാബുവിന് മരണം CBI അന്വേഷണം ഇല്ല എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. HMPV ബാധ ഇന്ത്യയിലും ബംഗളൂരു ചെന്നൈയിലും ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം. ചൈനയിൽ വ്യാപിക്കുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് അസുഖം ആദ്യം സ്ഥിരീകരിച്ചത്. പിന്നാലെ ചെന്നൈയിൽ 2, അഹമ്മദാബാദിൽ 1 കേസും റിപ്പോർട്ട് ചെയ്തെങ്കിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചില്ല. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് NCP. നമ്മൾ മന്ത്രിസ്ഥാനം വേണമെന്ന് പറയുന്നു, തരില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഒരു തീരുമാനമായില്ലേ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർത്ത വൈസ് ചാൻസലർ നിയമനം. അധികാരം ചാൻസലർക്ക്. നിയമനങ്ങൾക്ക് കരട് ചട്ടവുമായി UGC. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിൽ സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കി. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ നിർദ്ദേശിക്കും. 2ാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും. കരാർ അധ്യാപക നിയമത്തിൽ മാറ്റമുണ്ടെന്നുള്ളൊരു ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനങ്ങൾ പരമാവധി 6 മാസത്തേക്ക്. സ്ഥിരം നിയമന യോഗ്യതകൾ ബാധകം. സ്ഥിരം അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 10% അധ്യാപകരെ നിയമിക്കാമെന്ന 2018 മാനദണ്ഡം ഒഴിവാക്കി. PhD നേടിയ വിഷയത്തിനും UGC നെറ്റ് പരീക്ഷയിലെ മികവിനുമായിരിക്കും നിയമനത്തിൽ മുൻഗണന. ഓഫീസ് തകർത്ത കേസ് അൻവറിന് ജാമ്യം എന്ന തലക്കെട്ടോടുകൂടി PV അൻവറിന് ജാമ്യം ലഭിച്ച വാർത്ത മാതൃഭൂമി നൽകുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. ബ്രേക്ക് പോയെന്ന ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. യാത്രക്കാർ കമ്പികളിൽ പിടിച്ചിരുന്നത് അപകട തീവ്രത കുറച്ചു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണം 8 ജവാന്മാർക്ക് വീരമൃത്യു എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. ട്രൂഡോ രാജിവെച്ച വാർത്ത മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യം നൽകുന്നു. നവീൻ ബാബുവിന്റെ മരണം CBI വേണ്ടെന്ന് ഹൈക്കോടതി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. സ്പേസ് ഡോക്കിംഗ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് 9-ലേക്ക് മാറ്റി. സമയം പിന്നീട് അറിയിക്കുമെന്ന് ISRO അറിയിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു. കൂടുതൽ പരിശോധനകളും സിമുലേഷനുകളും നടത്തിയതിനു ശേഷമാണ് ഡോക്കിങ്ങിലേക്ക് കടക്കൂ. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് ശരിവെച്ചിട്ടില്ലെന്ന് യമൻ എംബസി. വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നുണ്ട് മാതൃഭൂമി. ചെറുപ്പക്കാർക്ക് വോട്ട് ചെയ്യാൻ മടി എന്ന തലക്കെട്ടോടുകൂടി വളരെ ചെറിയൊരു വാർത്തയായി ഇടത് ഭാഗത്ത് നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ PV അൻവറിന് ജാമ്യം ലഭിച്ചു. നന്ദി അൻവർ, 1000 നന്ദി എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. സ്വർണ്ണക്കപ്പിലേക്ക് ആര്, ഫോട്ടോ ഫിനിഷ് ഉറപ്പ് എന്നുള്ളതാണ് മാതൃഭൂമി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. കണ്ണൂർ 713 പോയിന്റ്, കോഴിക്കോട് 708 പോയിന്റ്, തൃശ്ശൂർ 708 പോയിന്റ്, പാലക്കാട് 702 പോയിന്റ്, മലപ്പുറം 681 പോയിന്റ്. ഏറ്റവും താഴെ 570 പോയിന്റുമായി ഇടുക്കിയാണ്. കണ്ണൂരാണ് ഏറ്റവും മുമ്പിൽ 713 പോയിന്റ്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത ഛത്തീസ്ഗഡിൽ നക്സലൈറ്റ് ആക്രമണം 8 ജവാന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ഒപ്പം ചിത്രവും നൽകുന്നുണ്ട്. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരണം. മാവേലിക്കരയിൽ നിന്ന് യാത്ര തിരിച്ച ആളുകളുടെ അപകടമരണത്തെ പറ്റിയുള്ള വാർത്ത മാധ്യമം നൽകുന്നു. അൻവറിന് ജാമ്യം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ആദ്യ പേജിൽ തന്നെ മാധ്യമം. നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണമില്ല. പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഏറ്റവും താഴെ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയിൽ 5 കുഞ്ഞുങ്ങൾക്ക് HMPV എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അച്ഛൻ കാത്തിരുന്നില്ല, ഹരിയുടെ ഓടക്കുഴൽ നാദം കേൾക്കാൻ എന്ന ഒരു പ്രത്യേക വാർത്ത മാധ്യമത്തിൽ നൽകുന്നുണ്ട്. വൃന്ദവാദി വേദിയിൽ സദസ്സിനെ ആവേശം കൊള്ളിച്ച് സംഗീതമല അലയടിച്ച് ഉയർന്നപ്പോൾ സാക്ഷിയായ മേഘങ്ങൾക്കും കാറ്റിനും ഒട്ടും സന്തോഷമില്ലായിരുന്നു. അപ്രതീക്ഷിതമായി അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൻ്റെ ഹൃദയം പൊട്ടിയ സംഗീതമാണ് പ്രകൃതിയിൽ അലിഞ്ഞ് ചുറ്റും ആനന്ദം നിറച്ചതെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഓടക്കുഴലുമേന്തി വൃന്ദവാദ്യത്തിൽ കൂട്ടുകാരോടൊപ്പം സംഗീതം പൊഴിച്ച് മികച്ച പ്രകടനം നടത്തി ഹരിഹർദാസ് സദസ്സിലേക്ക് കണ്ണോടിച്ചു. സംസ്ഥാന കലോത്സവത്തിന് തൻ്റെ മത്സരം കാണാൻ വരുമെന്ന് ഉറപ്പ് നൽകിയ അച്ഛൻ്റെ അദർശ സാന്നിധ്യം പരതുന്നതുപോലെ സ്നേഹചുംബനം നൽകാൻ പ്രിയ പിതാവിനി വരില്ല എന്ന സത്യം അവൻ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. ഗായകനായിരുന്ന പിതാവ് കാണിച്ച
സംഗീത വഴിയിലാണ് ഓടക്കുടലുമേന്തി ഹരി മത്സരിക്കാനെത്തിയത്. അച്ഛൻ്റെ ഷർട്ടും ധരിച്ചെത്തിയ മകനെ നോക്കിയ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഉള്ളുലഞ്ഞിരുന്നു. മകൻ്റെയും കൂട്ടുകാരുടെയും ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ HMPV ഇന്ത്യയിൽ 5 കുഞ്ഞുങ്ങൾക്ക് ആശങ്ക വേണ്ട. റിപ്പോർട്ട് ചെയ്ത ബംഗളൂരു, സേലം, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഒരു കുഞ്ഞ് ആശുപത്രി വിട്ടു. ഇന്ത്യയിൽ 2001 മുതലുള്ള രോഗം. കേരളത്തിൽ കഴിഞ്ഞ വർഷം 20ഓളം കേസുകൾ. മലയാള മനോരമയിൽ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്തയാണത്. അതിനോടൊപ്പം PC നിയമനം പുതിയ വ്യവസ്ഥകളുമായി UGC, ഗവർണർക്ക് അധികാരമേറുമെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെയുണ്ട്. മാവോയിസ്റ്റുകൾ വാഹനം ബോംബ് വെച്ച് തകർത്തു, 8 പോലീസുകാർക്ക് വീരമൃത്യു എന്ന വാർത്തയ്ക്ക് ഇടത് ഭാഗത്ത് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു മലയാള മനോരമ. നവീൻ ബാബു കേസിൽ CBI അന്വേഷണമില്ല എന്നൊരു ചെറിയൊരു കോളത്തിൽ നൽകിയിരിക്കുന്നു മനോരമ. നിയമക്കോട വെളിപ്പെടുത്തലുമായി NM വിജയൻ്റെ കത്തുകൾ. IC ബാലകൃഷ്ണൻ, MLA ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്കെതിരെ ആരോപണം എന്ന വാർത്തയ്ക്ക് മലയാള മനോരമ പ്രാധാന്യമേറെ നൽകുന്നു. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ PFIക്ക് പണം. മലയാളികളുടെ 10,000 അക്കൗണ്ടുകൾ NIA കണ്ടെത്തി. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും ധനസമാഹരിച്ച മലയാളികളെ NIA കണ്ടെത്തി. ഇവരുടെ NRI അക്കൗണ്ടുകൾ കണ്ടെത്തിയ NIAയും EDയും ഇവർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് 13,000 അക്കൗണ്ടുകൾ വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചതെന്നും ഇവയിൽ 10,000-ഉം മലയാളികളുടേതാണെന്നുമാണ് NIAയും EDയും കണ്ടെത്തിയത്. KSRTC ബസ് കൊക്കയിൽ മറിഞ്ഞ് 4 മരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. ആദ്യ പേജിൽ തന്നെ ഭാരതത്തിൽ 6 HMV വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 9 സൈനികർക്ക് വീരമൃത്യു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. ആദ്യ പേജിൽ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാടിറങ്ങി നാട് കണ്ടു. ഇന്ന് അരങ്ങിൽ സൈറൻ മുഴക്കി ചരിത്രം കുറിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കലോത്സവ വാർത്തയെ നൽകിയിട്ടുള്ളത്. കുടുംബനത്തിലെ ഉൾക്കാടും കാട്ടുചോലയും കാട്ടുമൃഗങ്ങളും തൻ്റെ ഗോത്രവുമൊക്കെ ആണ് സുബീഷിൻ്റെ ലോകം. ഗോത്രാചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന മലമ്പണ്ടാര വിഭാഗത്തിലെ അംഗം. സർക്കാർ കണക്ക് അനുസരിച്ച് 1000-ഓളം പേരുള്ള ഈ വിഭാഗത്തിൽ ഉൾവനത്തിൽ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതം. ഒരിടത്തും സ്ഥിരമായി താമസിക്കാത്ത ചെറുകൂട്ടങ്ങളായ സഞ്ചാരം. കൊല്ലം, അച്ചൻകോവിൽ, പത്തനംതിട്ട വനമേഖലയിൽ മാത്രമാണ് വിഭാഗക്കാരുള്ളത്. ഇവരിൽ നിന്ന് ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി സ്കൂൾ കലോത്സവത്തിലെത്തുന്നത്. അതും കാട് നശിപ്പിക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ സൈറനും മുഴക്കി. പത്തനംതിട്ട വടശ്ശേരിക്കര MRS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുബീഷ്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ DCC ട്രഷററുടെ മകൻ്റെയും മരണം ആത്മഹത്യയല്ല, ഇരട്ടക്കൊല. MN വിജയൻ്റെ കത്ത് പുറത്ത്. കത്തയച്ചത് K സുധാകരനും സതീഷിനും രാഹുലിനും പ്രിയങ്കയ്ക്കും. മരണത്തിന് ഉത്തരവാദി KPCC DCC നേതൃത്വങ്ങൾ. പണം വാങ്ങിയവരിൽ IC ബാലകൃഷ്ണനും കടത്തിൽ കുരുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ബത്തേരി CPIM പ്രവർത്തകർ IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ശക്തമായി ആവശ്യപ്പെടുന്നു. അച്ഛൻ്റെ വഴി തിരഞ്ഞെടുക്കേണ്ടി വരും എന്ന NM വിജയൻ്റെ മക്കൾ പറയുന്ന ഒരു പ്രത്യേക കോളം അതിനോടൊപ്പം നൽകുന്നു. കത്തിൻ്റെ ചിത്രങ്ങളും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ബസ് കൊക്കയിൽ മറിഞ്ഞ് 4 പേർ മരിച്ചു എന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. 5 പേർക്ക് HMPV എന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യമുണ്ട് ദേശാഭിമാനിയിൽ. മാവോയിസ്റ്റ് ആക്രമണം, ഛത്തീസ്ഗഡിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യമുണ്ട്. പെൺകുട്ടികളുടെ HS കേരള നടനത്തിൽ തിരുവനന്തപുരത്തെ അവർ ലേഡി ഓഫ് മേഴ്സി HSS പുതുക്കുറിച്ചി സ്കൂളിലെ അശ്വിനി അജയ് നൃത്തം ചെയ്യുന്ന ചിത്രം ദേശാഭിമാനി ആദ്യ പേജിൽ താഴെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.